ഇസ്രയേൽ തീർത്തുകളഞ്ഞ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയുടെ പിൻഗാമിയായി നിയോഗം ലഭിച്ച പുതിയ തീവ്രവാദ നേതാവ് ഹാഷിം സഫീദ് ബെയ്റൂട്ട് ആസ്ഥാനത്തെത്തി എന്ന് വിവരം ലഭിച്ചതോടെ ഹിസ്ബുള്ള ആസ്ഥാനം തകർത്ത് തരിപ്പണമാക്കി ഇസ്രയേൽ സേന. ഹാഷിം സഫീദിനെയും സംഘത്തെയും കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ബെയ്റൂട്ടിലും കനത്ത വ്യോമാക്രമണം ഇസ്രയേൽ നടത്തിയത്. ഇനിയും ബെയ്റൂട്ടിൽ അവശേഷിക്കുന്ന ഭൂഗർഭ ബങ്കറിലൊന്നിൽ ഹാഷിം സഫീദ് ഹിസ്ബുള്ള നേതാക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അടിയന്തരമായി കൂടിയ യോഗത്തെ ഉന്നമിച്ചായിരുന്നു ഇസ്രയേൽ ആക്രമണമുണ്ടായത്. നസ്രള്ളയുടെ കാര്യത്തിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തലിൽ ഇസ്രയേലി ഉദ്യോഗസ്ഥൻ ഹാഷിം സഫീദ് കൊല്ലപ്പെട്ടോ എന്ന കാര്യം വ്യക്തമല്ല എന്ന് പറഞ്ഞതായി സൂചനകളുണ്ട്. ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തലവനായ സഫീദിൻ ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനൊപ്പം ഗ്രൂപ്പിന്റെ സൈനിക പ്രവർത്തനങ്ങളും നിയന്ത്രിച്ച് ജിഹാദ് കൗൺസിലിലും ഇരിക്കുകയായിരുന്നു. നസ്രള്ളയുടെ ബന്ധു കൂടിയായ സഫീദിനെ 2017 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. വെസ്റ്റ് ബാങ്കിലെ തുൽക്കറം മേഖലയിൽ ഹമാസിനെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തി ഹമാസ് ശൃംഖലയുടെ തലവനും വെസ്റ്റ് ബാങ്ക് കാർ ബോംബ് സ്ഫോടനത്തിന് ഉത്തരവാദിയുമായ സഹി യാസർ അബ്ദുൾ റസീഖ് ഔഫി അടക്കമുള്ള നിരവധി ഭീകരന്മാരെ കൊന്നുകളഞ്ഞു എന്നാണ് ഇസ്രയേൽ സേന പുറത്തുവിട്ട മറ്റൊരു വാർത്ത. കഴിഞ്ഞ മാസം 17-ന് ലെബനനിൽ ആരംഭിച്ച യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടമായ കരയാക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവിടുത്തെ 25 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഇസ്രയേൽ ഒഴിഞ്ഞുപോകാനുള്ള അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. 3 ആഴ്ചയ്ക്കുള്ളിൽ 1 ദശലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചെന്നും ഏകദേശം 1900-ലധികം ആളുകൾ കൊല്ലപ്പെട്ടെന്നും 9,000 പേർക്ക് പരിക്കേറ്റു എന്നുമാണ് ലെബനൻ ആരോഗ്യ മന്ത്രാലയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച മാത്രം ഇസ്രയേൽ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ 37 പേർ കൊല്ലപ്പെടുകയും 151 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നും ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബെയ്റൂട്ടിലെയും തെക്കൻ ലെബനനിലെയും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നതുവരെ ആക്രമണങ്ങൾ തുടരുമെന്ന് ഇസ്രയേൽ സൈന്യം പ്രതിജ്ഞയെടുത്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ശക്തമായ നിലപാടുകളുമായി വന്ന ഇസ്രയേൽ സേന ലെബനനിൽ ഒരിടത്തും താമസിക്കാൻ ഹിസ്ബുള്ള തീവ്രവാദികളെ അനുവദിക്കില്ലെന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്. തങ്ങളുടെ 8 സൈനികരുടെ നിര്യാണത്തോടനുബന്ധിച്ചുള്ള അനുശോചന വീഡിയോയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, ഞങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇറാന്റെ തിന്മയുടെ അച്ചുതണ്ടിനെതിരായ കഠിനമായ യുദ്ധത്തിന്റെ പാരമ്യത്തിലാണ് എന്നാണ്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് ബദലായി ഇന്നലെ ഹിസ്ബുള്ളകൾ 230ഓളം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ അതെല്ലാം ഇസ്രായേലിന്റെ അയൺ ഡോം സിസ്റ്റം ലക്ഷ്യത്തിന് വളരെ അകലെ വെച്ച് തന്നെ ശിഥിലമാക്കി കളഞ്ഞു. ഹിസ്ബുള്ളകളെ കൂടാതെ ഇറാൻ പിന്തുണയുള്ള മിലീഷ്യകളുടെ ഒരു ഗ്രൂപ്പായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസും തെക്കൻ ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ആ ഡ്രോണുകളെ ഫലപ്രദമായി തടഞ്ഞെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഖമേനിയുടെ വാക്കുകേട്ട് തീവ്രവാദത്തിനിറങ്ങിയ ഹിസ്ബുള്ളകളുടെ കഷ്ടകാലം ഇനിയും തീർന്നിട്ടില്ലെന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ട് ആയത്തുള്ള ഖമേനി ഇന്ന് നസ്രുള്ള അനുസ്മരണ പ്രഭാഷണത്തിൽ ഇസ്രായേലിനെ രക്തദാഹികളായും അമേരിക്കയെ പേപ്പട്ടിയായും മുദ്രകുത്തിയിട്ടുണ്ട്. തങ്ങളുടെ ആയുധ പ്രയോഗങ്ങളെല്ലാം പാഴായ സ്ഥിതിക്ക് മുസ്ലിമുകൾ ഒന്നിച്ചുനിന്ന് ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേൽ തകരുമെന്നും സയനിസ്റ്റ് രാജ്യം അധികകാലം നിലനിൽക്കുകയില്ലെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഒക്ടോബർ 7-ലെ ഹമാസിന്റെ ആക്രമണങ്ങളെ ന്യായീകരിക്കാനും ഖമേനി മറന്നില്ല. ഇറാനിലെ യുവാക്കളെ റാഡിക്കലൈസ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഖമേനിയുടെ ഇത്തരം പ്രസംഗങ്ങളായിരുന്നു. വീണ്ടും ഈ മുല്ലാക്ക ഇറാൻ ജനതയെ ഈ വിധത്തിൽ അഭിസംബോധന ചെയ്തതോടെ ഖമേനി ഭരണത്തിന്റെ അടിത്തറ തന്നെ തെറിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്.